ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കല്ലേ? നമ്മൾ മാത്സ് ആണ് പഠിക്കാൻ പോകുന്നത്. മാത്സ് ലെസൺ 1 മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ 2, 3, 4, 5 വരെ ടേബിൾ പഠിച്ചു. 2-ന്റെ 3-ന്റെ 4-ന്റെ 5-ന്റെ ടേബിൾ പഠിച്ചു. ഓക്കെ, നമുക്ക് എല്ലാം ഒന്ന് റിവൈവ് ചെയ്ത് നോക്കാം. ഫസ്റ്റിലെ നമ്മൾ 2-ന്റെ ടേബിൾ പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചറിന്റെ കൂടെ പറയുകയും വേണം. ഓക്കെ, 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 8 2s are 16, 9 2s are 18, and 10 2s are 20. Okay, everyone പറഞ്ഞേ. ടീച്ചറിന്റെ കൂടെ എല്ലാവരും പറഞ്ഞേ. 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 8 2s are 16, 9 2s are 18, 10 2s are 20. Okay, over പറഞ്ഞേ. 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 8 2s are 16, 9 2s are 18, 10 2s are 20. ഇനി നമ്മൾ 3-യുടെ ടേബിൾ ആണ് പറയാൻ പോകുന്നത്. എല്ലാവരും ടീച്ചറിന്റെ കൂടെ 3-യുടെ ടേബിൾ പറയണം കേട്ടോ. എന്നാലും നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ടീച്ചറിന്റെ കൂടെ 3-യുടെ ടേബിൾ പറഞ്ഞേ. 1 3s are 3, 2 3s are 6, 3 3s are 9, 4 3s are 12, 5 3s are 15, 6 3s are 18, 15, 6 3s are 18, 7 3s are 21, 15, 6 3s are 18, 7 3s are 21, 8 3s are 24, 9 3s are 27, 10 3s are 30. Okay, 6 3s are 18, 7 3s are 21, 8 3s are 24, 9 3s are 27, and 10 3s are 30. 1 3s are 3, 2 3s are 6, 3 3s are 9, 4 3s are 12, 5 3s are 15, 6 3s are 18, 7 3s are 21, 8 3s are 24, 9 3s are 27, 10 3s are 30. Okay, ഒന്നുകൂടെ പറഞ്ഞേ. 1 3s are 3, 2 3s are 6, 3 3s are 9, 4 3s are 12, 5 3s are 15, 6 3s are 18, 7 3s are 21, okay, 8 3s are 24, 9 3s are 27, 10 3s are 30. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് 4-ന്റെ ടേബിൾ ആണ്. 4-ന്റെ ടേബിൾ ടീച്ചറിന്റെ കൂടെ പറയണം. അപ്പം 2-ന്റെയും 3-ന്റെയും ടേബിൾ പറഞ്ഞതുപോലെ ടീച്ചറിന്റെ കൂടെ എന്ത് ചെയ്യണം? 4-ന്റെ ടേബിൾ പറയണം. ഓക്കെ, 1 4s are 4, 2 4s are 8, 3 4s are 12, 4 4s are 16, 5 4s are 20, 6 4s are 24, 7 4s are 28, 8 4s are 32, 9 4s are 36, and 10 4s are 40. ഒന്നുകൂടെ പറഞ്ഞേ. 1 4s are 4, 2 4s are 8, 3 4s are 12, 4 4s are 16, 5 4s are 20, and there are 6 4s are 28,
1 5s are 5, 2 5s are 10, 3 5s are 50, 4 5s are 20, 5 5s are 25, 6 5s are 30, 7 5s are 35, 8 5s are 40, 9 5s are 45, 10 5s are 50. Okay, ഒന്നുകൂടെ പറഞ്ഞേ. 1 5s are 5, 2 5s are 10, 3 5s are 50, okay, 4 5s are 20, 5 5s are 25, 6 5s are 30, 7 5s are 35, okay, 8 5s are 40, 9 5s are 45, and 10 5s are 50. നമ്മൾ അടുത്തത് 6ന്റെ ടേബിൾ ആണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. Table of 6. 6 one time. 1 into 6 is equal to 6. 1 into 6 is equal to 6. 1 6 are 6. 1 into 6 is equal to 6. Another 6 2 times. 1 2 times. 2 times 6. Count it. 6 plus 6. 6 fingers എടുത്തിട്ട് 6 and count it. 7 8 9 10 11 12. Answer 12. 2 6 are 12. 2 6 are 12. 1 6 are 6. 2 6 are 12. ഇനി അടുത്തത് 1 2 3. 3 times 6. 3 into 6. 6 plus 6. 7 8 9 10 11 12. 12 ന്റെ വീണ്ടും എന്ത് ചെയ്യണം? 6 ആഡ് ചെയ്യണം. 6 ഫിംഗേഴ്സ് വീണ്ടും എടുത്തിട്ട് 12 വേണ്ടിട്ട് ആഡ് ചെയ്തേ. 30 40 50 60 70 80. ആൻസർ 3 6 are 18. 3 6 are 18. 6 plus 6 plus 6 plus 6. 1 2 3 4. 4 into 6. 4 into 6. 4 into 6 വരുമ്പോൾ 6 plus 6. 6 fingers എടുത്തിട്ട് 6 7 8 9 10 11 12. 12 ന്റെ വീണ്ടും 6. 30 30 40 50 60 70 80. 80 ന്റെ വീണ്ടും 6 ആഡ് ചെയ്യണം. 90 20 21 22 23 24. അതാണ് ആൻസർ. 4 into 6 is equal to 24. 4 into 6 is equal to 24. 4 6 are 24. 4 6 are 24. 6 plus 6 plus 6 plus 6 plus 6. 1 2 3 4 5. 1 2 3 4 5. 5 into 6 is equal to 6 plus 6 12. 12 6 add ചെയ്യുമ്പോൾ 30 40 50 60 70 80. 80 to 6 add ചെയ്യുമ്പോൾ 90 20 21 22 23 24. 24 to 6 add ചെയ്യുമ്പോൾ 24 to 6 add ചെയ്യുമ്പോൾ 25 26 27 28 29 30. Answer 30. 5 6 are 30. 5 6 are 30. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. ഒന്നുകൂടെ പറഞ്ഞേ. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. ഇനി അടുത്തത് 6 plus 6 plus 2
3, 4, 5, 6. 1, 2, 3, 4, 5, 6. 6 into 6 is equal to 6 into 6 is equal to 6 plus 6, 12. 12 plus 6, 18. 18 plus 6, 24. 24 plus 6, 30. 30 plus 6, 31, 32, 33, 34, 35, 36. 36. 6 6 are 36. 6 6 are 36. 6 6 are 36. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. Answer 42. 7 6 are 42. 7 6 are 42. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. Okay. അടുത്തത് 1 2 3 4 5 6 7 8 9 9 6 are 6 plus 6 12 12 plus 6 18 18 plus 6 24 24 plus 6 30 30 plus 6 36 30 plus 36 plus 6 42 42 plus 6 48 48 plus 6 6 fingers 48 complete 49 50 51 52 53 54 9 6 are 54 9 6 are 54 8 6 are 48 9 6 are 54 6 plus 6 plus 6 plus 6 plus 6 6 plus 6 plus 6 plus 6 plus 6 1 2 3 4 5 6 7 8 9 10 10 into 6 is equal to 6 plus 6 12 12 plus 6 18 plus 6 24 24 plus 6 30 30 plus 6 36 that is 6 plus 6 42 42 plus 6 48 48 plus 6 54 54 plus 6 55 56 57 58 59 60 10 plus 6 60
60. 10 plus 6 60. 8 6 are 48. 9 6 are 54. 10 6 are 60. Okay, ഒന്നുകൂടെ നമുക്ക് 6ന്റെ ടേബിൾ പറഞ്ഞു പഠിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. 8 6 are 48. 9 6 are 54. 10 6 are 60. Okay. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. 8 6 are 48. 9 6 are 54. 10 6 are 60. ഒന്നുകൂടെ പറഞ്ഞേ. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. 8 6 are 48. 9 6 are 54. 10 6 are 60. 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. 8 6 are 48. 9 6 are 54. 10 6 are 60. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. 8 6 are 48. 9 6 are 54. 10 6 are 60. ഒന്നുകൂടെ പറഞ്ഞേ. 1 6 are 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. 8 6 are 48. 9 6 are 54. 10 6 are 60. ഓക്കെ. ഇനി നമ്മൾ ഇപ്പം 2 3 4 5 6 ടേബിൾ പഠിച്ചു അല്ലേ. 2ന്റെ ടേബിൾ പഠിച്ചു. 3യുടെ ടേബിൾ പഠിച്ചു. 4ന്റെ ടേബിൾ പഠിച്ചു. 5ന്റെ ടേബിൾ പഠിച്ചു. 6ന്റെ ടേബിൾ പഠിച്ചു. ഓക്കെ. നമ്മളിപ്പോൾ പഠിച്ചത് ലാസ്റ്റ് പഠിച്ച 6ന്റെ ടേബിളാണ്. 6ന്റെ ടേബിൾ നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് 5 ടൈംസ് നമ്മൾ ചെയ്ത് പഠിക്കുക. 6ന്റെ ടേബിൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് 5 ടൈംസ് നമ്മൾ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? അത് നിങ്ങൾ പറഞ്ഞു പഠിക്കുന്നതിന്റെ ഒരു വോയിസ് മെസ്സേജ് ടീച്ചർക്ക് ഇട്ട് തരിക. 6ന്റെ ടേബിൾ നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് 5 ടൈംസ് നമ്മൾ ചെയ്ത് പഠിച്ചതിന്റെ ഫോട്ടോ ടീച്ചർക്ക് ഇട്ട് തരിക. അതുപോലെ തന്നെ 6ന്റെ ടേബിൾ നിങ്ങൾ കാണാതെ പറയുന്നതിന്റെ ഒരു വോയിസ് മെസ്സേജ് ടീച്ചർക്ക് ഇട്ട് തരിക. അതുപോലെ തന്നെ 2ന്റെയും 3ന്റെയും 4ന്റെയും 5ന്റെയും ഒക്കെ ടേബിൾ നല്ലതുപോലെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിച്ചാൽ മതി. എല്ലാവരും എന്ത് ചെയ്യുക? ടേബിൾസ് 2 തൊട്ട് 6 വരെയുള്ള ടേബിൾ നല്ലതുപോലെ പഠിക്കുക. ഓക്കെ. താങ്ക് യു. നമുക്ക് കുറച്ച് നേരം GK പഠിക്കാം. എല്ലാവരും GK ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പേജ് നമ്പർ 221 എടുക്കുക. In place 4 name a place where പഠിക്കാൻ പോകും. ഫസ്റ്റ് birds are kept. അതായത് പക്ഷികളെ സൂക്ഷിക്കുന്നു. നമ്മുടെ വീട്ടില് നമ്മൾ പക്ഷികളെ വളർത്താറില്ല. പക്ഷികളെ നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? എവിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷിക്കൂടി. എവിയറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പക്ഷികളെ സൂക്ഷിക്കുന്നത് എവിയറിയിലാണ് സൂക്ഷിക്കുന്നത്. അതായത് പക്ഷികളുടെ കൂട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പക്ഷികളെ സൂക്ഷിക്കുന്നത്. പക്ഷികളെ നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? പക്ഷികളുടെ കൂട്ടിൽ, എവിയറി. Birds are kept. Birds are kept. Birds. B-I-R-D-S. Birds are kept. Birds are kept. അതായത് പക്ഷികൾ. പക്ഷികളെ സൂക്ഷിക്കുന്നു. എവിടെയാണ്? എവിയറി. A-B-I-A-R-Y. A-B-I-A-R-Y. എവിയറി. A-B-I-A-R-Y. എവിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷിക്കൂട്. ബേർഡ്സ് ആർ കെപ്റ്റ്. പക്ഷികളെ സൂക്ഷിക്കുന്നത് എവിടെയാണ്? എവിയറിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷികളെ സൂക്ഷിക്കുന്നത്. Vehicles are kept. അതായത് vehicles. നിങ്ങളുടെ വീട്ടിലൊക്കെ വണ്ടികളൊക്കെ
ആ വണ്ടികളെല്ലാം കൂടി നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഗ്യാരേജ്. ഗ്യാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ, വണ്ടികൾ സൂക്ഷിക്കുന്ന സ്ഥലം, വാഹനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. വാഹനങ്ങൾ ഇടുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്യാരേജ് എന്ന് പറയുന്നത്. വാഹനങ്ങൾ ഇടുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്യാരേജ് എന്ന് പറയുന്നത്. Vehicles are kept. Vehicles are kept. Vehicles എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ. Vehicles are kept. വാഹനങ്ങൾ. വാഹനങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? വാഹനങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? നമ്മൾ ഗ്യാരേജിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാഹനങ്ങൾ സൂക്ഷിക്കുന്നത്. വാഹനങ്ങൾ ഇടുന്ന സ്ഥലത്തെയാണ് ഗ്യാരേജ് എന്ന് പറയുന്നത്. ഗ്യാരേജ്. ഗ്യാരേജ്. വാഹനങ്ങൾ ഇടുന്ന സ്ഥലത്തെയാണ് ഗ്യാരേജ് എന്ന് പറയുന്നത്. Vehicles are kept. Vehicles are kept എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഗ്യാരേജ്. അതായത് വാഹനങ്ങൾ ഇടുന്ന സ്ഥലം ഗ്യാരേജ്. And the films are shown. Films, S-I-L-M-S. Films are shown. S-H-O-W-N. Films are shown. Films are shown എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകൾ കാണിക്കുന്നു. Films are shown എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകൾ കാണിക്കുന്നു. Films are shown എന്താണ്? സിനിമകൾ കാണിക്കുന്നു. സിനിമകൾ കാണിക്കുന്നത് എവിടെയാണ്? തിയേറ്റർ. നിങ്ങളൊക്കെ സിനിമകൾ കാണാറില്ലേ? നിങ്ങളുടെ സിനിമകൾ കാണാൻ എവിടെയാണ് പോകുന്നത്? തിയേറ്ററിൽ പോയാണ് നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? സിനിമകൾ കാണുന്നില്ലേ? സിനിമകൾ കാണുന്ന സ്ഥലം എവിടെയാണ്? തിയേറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിനിമകൾ കാണുന്നത്. THEATER. Theater. Films are shown. Theater. Birds are kept. Birds are kept aviary. Vehicles are kept garage. Films are shown. Theater. Birds are kept aviary. Vehicles are kept garage. Films are shown. Theater. Birds are kept aviary. Vehicles are kept garage. Films are shown. Theater. Birds are kept aviary. Vehicles are kept garage. Films are shown. Theater. Okay. Fish are kept. മത്സ്യം സൂക്ഷിക്കും. ഫിഷ് എന്താ? മത്സ്യം സൂക്ഷിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ മത്സ്യം വളർത്താറില്ലേ? മീനെ വളർത്താറില്ലേ? അതിനെല്ലാം നിങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? സൂക്ഷിക്കുന്നത് അക്വേറിയത്തിലാണ്. നമ്മുടെ വീട്ടിലുള്ള മത്സ്യങ്ങളെ സൂക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അക്വേറിയത്തിലാണ് നമ്മൾ മത്സ്യങ്ങളെ വളർത്തുന്നത്. അക്വേറിയത്തിലാണ് മത്സ്യങ്ങളെ സൂക്ഷിക്കുന്നത്. എവിടെയാണ്? ഫിഷ് are kept. Fish are kept. Fish are kept aquarium. AQUARI. AQUARIUM. 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 Birds are kept aviary. Vehicles are kept garage. Films are shown. Theater. Fish are kept aquarium. അടുത്തത് സോൾജേഴ്സ് ലീവ്. സോൾജേഴ്സ് ആരാണ്? പട്ടാളക്കാർ. Soldiers, SOLDIER. Soldiers leave. പട്ടാളക്കാർ ജീവിക്കുന്നത്. പട്ടാളക്കാർ താമസിക്കുന്നത് എവിടെയാണ്?
പഠിക്കുന്ന എവിടെയാണ്? ബാരക്സ്. BARRACKS. BARRACKS ബാരക്സ്. BARRACKS ബാരക്സിലാണെങ്കിൽ പട്ടാളക്കാർ താമസിക്കുന്നവരാണ് ബാരക്സ്. സോൾജേഴ്സ് ലീവ് ബാരക്സ്. ബാരക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് സൈനികർക്ക് താമസിക്കാനുള്ള സ്ഥലത്തെയാണ് ബാരക്സ് എന്ന് പറയുന്നത്. ബാരക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈനികർക്ക് താമസിക്കാനുള്ള സ്ഥലത്തെയാണ് ബാരക്സ് എന്ന് പറയുന്നത്. സൈനികർക്ക് താമസിക്കാനുള്ള സ്ഥലത്തെയാണ് നമ്മൾ ബാരക്സ് എന്ന് പറയുന്നത്. Birds are kept. Birds are kept aviary. Birds are kept aviary. AVIARY. Birds are kept aviary. AVIARY. Birds are kept aviary. AVIARY. Vehicles are kept garage. GARAGE. Fields are shown. Theatre. Fields are kept. Aquarium. AQUARIUM. Yes, liver. Barracks. BARRACKS. Birds are kept aviary. Vehicles are kept garage. Fields are shown theatre. Fish are kept aquarium. Soldiers in barracks. Birds are kept aviary. Vehicles are kept garage. Fields are shown theatre. Fish are kept aquarium. Soldiers live in barracks. Birds are kept aviary. Vehicles are kept garage. Fields are shown theatre. Fish are kept aquarium. Soldiers live in barracks. Okay. ഇനി അടുത്തത് ബുക്സ് ആണ് kept. ബുക്കുകൾ സൂക്ഷിക്കുന്ന എവിടെയാ? ബുക്സ് ആർ kept. ബുക്സ് ആർ kept. അതായത് പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നു. പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നത് ലൈബ്രറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നത്. അതായത് പുസ്തകശാല. ലൈബ്രറി എന്താണ്? പുസ്തകശാലയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നത്. LIBRARY. ലൈബ്രറി. LIBRARY. ലൈബ്രറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബുക്കുകൾ സൂക്ഷിക്കുന്നത്. ഓക്കെ. ബുക്സ് ആർ kept ലൈബ്രറി. Ships come and go. Ships come and go. Ships come and go. അതായത് കപ്പലുകൾ വരുന്നു പോകുന്നു. ഹാർബറിലാണ് കപ്പലുകൾ വരുന്നു പോകുന്നത്. എവിടെയാണ്? ഹാർബർ. HARBOUR. ഹാർബർ. ഹാർബർ എന്ന് വെച്ച് കഴിഞ്ഞാല് തുറമുഖം. ഹാർബർ എവിടെയാണ്? തുറമുഖം. HARBOUR. ഹാർബർ തുറമുഖം. Ships come and go. അതായത് കപ്പലുകൾ വരികയും പോകുകയും ചെയ്യുന്നത് എവിടെയാണ്? തുറമുഖത്താണ് കപ്പലുകൾ വരികയും പോവുകയും ചെയ്യുന്നത്. അടുത്തത് food is sold and served. ഭക്ഷണശാലയിലാണ് ഭക്ഷണങ്ങൾ വിൽക്കുകയും വിളമ്പുകയും ചെയ്യുന്നത്. ഭക്ഷണങ്ങൾ വിൽക്കുകയും വിളമ്പുകയും ചെയ്യുന്നത് എവിടെയാണ്? റെസ്റ്റോറൻറ്റിലാണ്. റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്ന ആൾക്കാരല്ലേ? റെസ്റ്റോറൻറ്റിലാണ് എന്ത്? ആഹാരം വിൽക്കുകയും വിളമ്പുകയും ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിലാണ്. ആഹാരം വിൽക്കുകയും വിളമ്പുകയും ചെയ്യുന്നത് എവിടെയാണ്? റെസ്റ്റോറൻറ്റിലാണ്. ആഹാരം വിൽക്കുകയും വിളമ്പുകയും ചെയ്യുന്നത്. RESTAURANT.
അതായത് ചെടികൾ വിൽക്കുന്നു. ചെടികൾ എവിടെയാണ് വിൽക്കുന്നത്? നഴ്സറി. ചെടികൾ വിൽക്കുന്നത് നഴ്സറിയാണ്. നഴ്സറി എന്ന് വെച്ച് കഴിഞ്ഞാല് സസ്യ തൈകൾ വിൽക്കുന്ന സ്ഥലം. സസ്യ തൈകൾ വിൽക്കുന്ന സ്ഥലത്തെയാണ് നഴ്സറി എന്ന് പറയുന്നത്. സസ്യ തൈകൾ വിൽക്കുന്ന സ്ഥലത്തെയാണ് നഴ്സറി എന്ന് പറയുന്നത്. സസ്യ തൈകൾ വിൽക്കുന്ന സ്ഥലത്തെയാണ് നഴ്സറി എന്ന് പറയുന്നത്. NURSERY. നഴ്സറിയിലാണ് തൈകൾ വിൽക്കുന്നത്. എവിടെയാണ്? നഴ്സറിയിലാണ് തൈകൾ വിൽക്കുന്നത്. സസ്യ തൈകൾ വിൽക്കുന്നത് നഴ്സറിയിലാണ്. NURSERY. Plants are sold at nursery. Some kept library. Ships comes and go harbor. Food is sold and served restaurant. Plants are sold at nursery. Books are kept library. Ships comes and go harbor. Food is sold and served restaurant. Plants are sold at nursery. Last one, animals are kept. Animals are kept. Animals are kept. Zoo. Zoo. അതായത് മൃഗങ്ങളെ സൂക്ഷിക്കുന്നു. മൃഗങ്ങളെ സൂക്ഷിക്കുന്നത് എവിടെയാണ്? മൃഗങ്ങളെ സൂക്ഷിക്കുന്നത് മൃഗശാലയിലാണ്. സ്കൂളിലാണ് മൃഗങ്ങളെ സൂക്ഷിക്കുന്നത്. മൃഗശാലയിലാണ് മൃഗങ്ങളെ സൂക്ഷിക്കുന്നത്. Animals are kept. അതായത് മൃഗങ്ങളെ സൂക്ഷിക്കുന്നത് എവിടെയാണ്? മൃഗശാലയിലാണ് മൃഗങ്ങളെ സൂക്ഷിക്കുന്നത്. Animals are kept. മൃഗങ്ങളെ സൂക്ഷിക്കുന്നത് മൃഗശാലയിലാണ്. അല്ലേ? Books are kept library. Ships comes and go harbor. Food is sold and served restaurant. Plants are sold nursery. Animals are kept zoo. Books are kept library. Ships comes and go harbor. Food is sold and served restaurant. Plants are sold nursery. Animals are kept zoo. Okay, in library spelling of LIBRARY. Harbor. HARBOUR. Restaurant. RESTAURANT. Nursery. NURSERY. Suicide. Okay. Books are kept in library. Ship comes and go harbor. Food is sold and served to restaurant. Plants and sold nursery. Animals are kept zoo. Books are kept library. Ships comes and go harbor. Food is sold and served to restaurant. Plants are sold nursery. Animals are kept zoo. Books are kept library. Ships comes and go harbor. Food is sold and served to restaurant. Plants are sold nursery. Animals are kept zoo. Okay, നമ്മളിപ്പോൾ പഠിച്ചത് 10 ക്വസ്റ്റ്യൻ ആൻസർ ആണ്. 10 ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുകൂടെ പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. Birds are kept എവിടെയാണ്? Aviary.
Vehicles are kept at garage. Films are shown theatre. Fish are kept at aquarium. Soldiers leave barracks. Books are kept at library. Ships comes and go harbor. Food is sold and served at restaurant. Plants are sold at nursery. Animals are kept at zoo. Birds are kept at aviary. Vehicles are kept garage. Films are shown theatre. Fish are kept aquarium. Soldiers in barrack. Books are kept at library. Ships comes and go harbor. Food is sold and served at restaurant. Plants are sold in nursery. Animals are kept at zoo. Birds are kept aviary. Vehicles are kept garage. Films are shown theatre. Fish are kept aquarium. Soldiers in barrack. Books are kept library. Ships comes and go harbor. Food is sold and served at restaurant. Plants are sold nursery. Animals are kept at zoo. Okay, നമ്മളിപ്പോൾ പഠിപ്പിച്ച ഈ 10 നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് 5 ടൈംസ് ഇതൊക്കെ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നല്ലതുപോലെ പറഞ്ഞ് പഠിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, 5 ടൈംസ് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് എഴുതി പഠിക്കുക. അതുപോലെ തന്നെ പറഞ്ഞ് പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം അതിന് ഫോട്ടോ കിട്ടുന്നില്ല. 5 ടൈംസ് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം അതിന് ഫോട്ടോ കിട്ടുന്നില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചർ ക്ലിയർ ചെയ്ത് തരാം. പ്രത്യേകമാണ് 5 ടൈംസ് നിങ്ങൾ നോട്ട് എഴുതി പഠിക്കുക. പഠിച്ചതിന് ശേഷം അതിന്റെ ഫോട്ടോ ടീച്ചർ വിട്ടു തരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ചാൽ ടീച്ചർ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നമുക്ക് കുറച്ച് നേരം EDS പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ EDS നെയ്ബർഹുഡിന്റെ ചാപ്റ്റർ പഠിച്ചില്ലേ? ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അതിലെ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ നെയ്ബർഹുഡിലെ ചാപ്റ്ററിൽ പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ എന്തൊക്കെയാണ് പഠിച്ചത്? പ്ലേസിംഗ് അവർ നെയ്ബർഹുഡ്, പ്ലേസിംഗ് അവർ നെയ്ബർഹുഡിൽ മാർക്കറ്റ് പഠിച്ചു, പിന്നെ ഹോസ്പിറ്റലിനെ കുറിച്ച് പഠിച്ചു, പോലീസ് സ്റ്റേഷനെ കുറിച്ച് പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? ബാങ്ക് പഠിച്ചു, പോസ്റ്റ് ഓഫീസ് പഠിച്ചു, ഫയർ സ്റ്റേഷൻ പഠിച്ചു ഇല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻസ് പഠിച്ചു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. 5 ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ടീച്ചർ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പഠിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. ഹൂ ആർ നെയ്ബേഴ്സ്? ആരാണ് നിങ്ങളുടെ അയൽവാസികൾ? The people who live near us in the same area are our neighbors. The people who live near us in the same area are our neighbors. ഇതേ പ്രദേശത്ത് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്നവർ ഞങ്ങളുടെ അയൽവാസികളാണ്. ഇതേ പ്രദേശത്ത് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്നവർ ഞങ്ങളുടെ അയൽവാസികളാണ്. ഇതേ പ്രദേശത്ത് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്നവർ ഞങ്ങളുടെ അയൽവാസികളാണ്. Who are neighbors? The people who live near us in the same area are our neighbors. The people who live near us in the same area are our neighbors. Okay, what is a neighborhood? What is a neighborhood? എന്താണ് അയൽപക്കം? എന്താണ് അയൽപക്കം? വാട്ട് ഈസ് എ നെയ്ബർഹുഡ്? ദ പീപ്പിൾ ആൻഡ് ദ പ്ലേസസ് ഓഫ് എനി ഏരിയ മേക്ക് അപ്പ് ദ നെയ്ബർഹുഡ്. The people and the places of any area make up the neighborhood. ഏതെങ്കിലും പ്രദേശത്തെ ആളുകളും സ്ഥലങ്ങളും അയൽപക്കത്തെ ഉണ്ടാക്കുന്നു. 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 What all can we buy from the market? What all can we
buy from the market? What all can we buy from the market? വിപണിയിൽ നിന്നും നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാൻ കഴിയും? വിപണിയിൽ നിന്നും നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാൻ കഴിയും? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൾസസ്, ഗ്രെയിൻസ്. പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വിപണിയിൽ നിന്നും വാങ്ങിക്കാൻ കഴിയുന്നത്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൾസസ്, ഗ്രെയിൻസ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൾസസ്, ഗ്രെയിൻസ് ഇവയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വിപണിയിൽ നിന്നും വാങ്ങിക്കാൻ കഴിയുന്നത്. What all can we buy from the market? What all can we buy from the market? Fruits, vegetables, pulses, grains. Fruits, vegetables, pulses, grains. Fruits, vegetables, pulses, grains. Fourth question. Who are fireman? Who are fireman? ആരാണ് fireman? The fireman who helps to put out the fire. The fireman who helps to put out the fire. The fireman who helps to put out the fire. അതായത് തീ അണയ്ക്കാൻ സഹായിക്കുന്ന ആളാണ് ഫയർമാൻ. തീ അണയ്ക്കാൻ സഹായിക്കുന്ന ആളാണ് ഫയർമാൻ. ആരാണ് ഫയർമാൻ? തീ അണയ്ക്കാൻ സഹായിക്കുന്ന ആളാണ് ഫയർമാൻ. തീ അണയ്ക്കാൻ സഹായിക്കുന്ന ആളാണ് ഫയർമാൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ. Where can we keep our money safely? We can keep our money safely in bank. നമ്മുടെ പണം നമുക്ക് എവിടെ സുരക്ഷിതമായി സൂക്ഷിക്കാം? നമ്മുടെ പണം നമുക്ക് ബാങ്കിൽ സുരക്ഷിതമായി സൂക്ഷിക്കാം. നമ്മുടെ പണം നമുക്ക് ബാങ്കിൽ സുരക്ഷിതമായി സൂക്ഷിക്കാം. Where can we keep our money safely? We can keep our money safely in bank. ഓക്കെ, നമ്മളിപ്പോൾ 5 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചില്ലേ? ഇനി നമ്മൾ അടുത്തത് അതിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യുക? നിങ്ങൾ 5 ടൈംസ് ചെയ്താൽ വെച്ച് നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ എഴുതിപ്പെടുത്തുക. എഴുതിപ്പടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? അതിൻ്റെ ഫോട്ടോ എടുത്ത് രജിസ്റ്റർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ രജിസ്റ്റർ ക്ലിയർ ചെയ്ത് തരും. ഇനി നമ്മൾ അതിൽ 2 ഹോംവർക്ക് തരാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടേ? നെയിം ദിസ് പ്ലേസസ്. അങ്ങനെ 3 പിക്ചേഴ്സ് ഉണ്ട്. ആ പിക്ചേഴ്സ് നോക്കിയിട്ട് അതിൻ്റെ ബോക്സ് വെക്കുന്ന ആ ബോക്സിൽ ആ പിക്ചറിൻ്റെ കറക്റ്റ് താഴെയുള്ള ബോക്സിൽ ആ പിക്ചർ ഏതിൻ്റെയാണ്, ഏത് പ്ലേസസ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ആ പിക്ചർ നോക്കിയതിന് ശേഷം ആ ബോക്സ് എഴുതുക. 3 പിക്ചേഴ്സ് ഉണ്ട്. ആ 3 പിക്ചേഴ്സിൻ്റെ താഴെയുള്ള ബോക്സ് ഉണ്ട്. ആ ഓരോ ബോക്സിൽ എന്ത് ചെയ്യുക? കറക്റ്റ് പിക്ചർ നോക്കിയിട്ട് ആ പിക്ചർ ഏത് പ്ലേസസ് ആണ് പറയുന്നത് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് എഴുതുക. നിങ്ങൾ പിക്ചേഴ്സ് നോക്കുക. പിക്ചേഴ്സിന് ഏത് പ്ലേസസ് ആണ് പറയുന്നതെന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ആ ബോക്സിലോട്ട് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ. Here are a few other places in neighborhood. നമ്മുടെ നെയ്ബർഹുഡിൽ ഒരുപാട് പ്ലേസസ് എന്നൊക്കെ പറയാം. ഡിഫറെൻറ്റ് പീപ്പിൾ പ്ലേ അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. പലതരത്തിലുള്ള പീപ്പിൾസ് പലതരത്തിലുള്ള സ്ഥലങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? പ്രാർത്ഥിക്കാൻ പോകുന്നത്. Can you take these people to their respective worship place? അത് നമ്മൾ ഓരോരുത്തർ പോകുന്ന ആരാധനാലയങ്ങളുടെ ഒരു പിക്ചേഴ്സ് അവരുടെ ആചരിക്കുന്ന പൂജാരിമാരുടെ പിക്ചേഴ്സുമാണ് കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നോക്കിക്കേ, പൂജാരി. പൂജാരി, മൗലവി, ഫാദർ, ഗ്രന്ഥി. അങ്ങനെ 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് അവരുടെ ടെമ്പിൾസ്, അതായത് അവർ പ്രാർത്ഥിക്കാൻ പോകുന്ന വർഷിപ്പ്. ഗുരുദ്വാര, ചർച്ച്, ടെമ്പിള്, മോസ്ക്. ഇതിൽ ഏതാണോ കറക്റ്റായിട്ട് പോകുന്നത്? പൂജാരി എവിടെയാണ്? അത് മൗലവിയുടേത്, ഫാദറിൻ്റെത്, അതുപോലെ തന്നെ ഗ്രന്ഥിയുടെ ഇതെല്ലാം 4 പിക്ചേഴ്സ് നോക്കിയിട്ട് അവരെവിടെയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. ആ 4 പേരുടെയും പിക്ചേഴ്സ് നോക്കിയിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? കൊടുത്തിരിക്കുന്ന വർഷിപ്പിന്റെ പ്ലേസസ് നോക്കിയിട്ട് എന്ത് ചെയ്യുക? അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. 4 പേരുടെ പിക്ചർ നോക്കുക. വർഷിപ്പ് പ്ലേസിന്റെ പിക്ചർ നോക്കുക. പിക്ചർ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് അവരെവിടെയൊക്കെയാണ് പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. മാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് തരിക. അതുപോലെ തന്നെ ആ 3 പിക്ചർ നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് പ്ലേസസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് തരണം. ഈ വർഷിപ്പിനെയും കറക്റ്റ് എന്ത് ചെയ്യുക? മാച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോട്ടോ എടുത്ത് തരണം. അതിനുശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ ടീച്ചർ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആൻസർ 5 ടൈംസ് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് തരിക. അത് പറഞ്ഞ് പഠിക്കുന്ന
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ